നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ലഹരി ആരോപണവുമായി നിർമ്മാതാവ് രംഗത്ത്. നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് നിർമ്മാതാവ് ഹസീബ് മലബാർ ആരോപിക്കുന്നത്. നടൻ സ്ഥിരമായി സെറ്റിൽ വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയെന്നും ഹസീബ് മലബാർ പറഞ്ഞു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ അന്വേഷണത്തിന് പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. ശ്രീനാഥ് ഭാസി അഭിനയിച്ച നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാർ നടനെതിരെ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. കോഴിക്കോട് സെറ്റിൽ വെച്ച് പുലർച്ചെ 3 മണിക്ക് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെടുമായിരുന്നുവെന്ന് ഹസീബ് പറയുന്നു. 5 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ശ്രീനാഥ് ഭാസി തിരികെ വന്നത് 58 ദിവസം കഴിഞ്ഞെന്ന് നിർമ്മാതാവ് പറയുന്നു. നടൻ സ്ഥിരമായി എത്താത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും നീണ്ടുപോയി. കനത്ത സാമ്പത്തിക നഷ്ടവും നേരിട്ടു. ലഹരി വലിയ പ്രശ്നമാണ് സെറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്റെ ഷൂട്ട് സമയത്ത് നടന്നിട്ടില്ല, ഇവനൊരു സമയത്ത് കിട്ടിയിട്ടില്ല, ഇവൻ പറഞ്ഞ ഒന്നും അനുസരിക്കുകയില്ല. ഒരു 30-35 ദിവസം കൊണ്ട് തീരേണ്ട ഷൂട്ട് ഏകദേശം 4 മാസം, ഒരു 110 ദിവസം എടുത്തുകൊണ്ടാണ് തീർന്നത്. ഒരു ദിവസം രാത്രി ഞാൻ അവിടെ ലൊക്കേഷനിൽ വീട്ടിലിറങ്ങുന്ന സമയത്ത് എനിക്ക് രാത്രി ഒരു 3 മണിയായപ്പം ബാസിയല്ല കേട്ടോ വിളിച്ച്, എന്റെ പയ്യൻ അവിടെ ഉണ്ട്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അവന് ഇങ്ങനെ സാധനം വേണമെന്നാ പറയണത്, എവിടെന്നെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പുകവലിക്കാനുള്ള സാധനമാണ്, കഞ്ചാവ് തന്നെ, വേറെ ഒന്നുമല്ല. അവനെ മുഷിപ്പിച്ച അവൻ നാളെ ലൊക്കേഷനിൽ വരില്ല. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 30 മിനിറ്റോ 40 മിനിറ്റ് കഴിഞ്ഞ് നീ തിരിച്ച് അവനെ തന്നെ വിളിക്കുക, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ആരും ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് സന്തോഷിപ്പിച്ച് ഇരുത്തേക്കാൻ പറഞ്ഞു. ശ്രീനാഥ് ഭാസിക്കെതിരെ ഉയർന്ന ലഹരി കേസുകൾക്കൊപ്പം നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ യുവനടന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ലഹരി കഥകൾ ഇനിയും പുറത്തു വന്നേക്കും. ന്യൂസ് 18 ഇടുക്കി.